എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് ചോദിച്ച ആ 10 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ 2025 CSEB ക്ലർക്ക് ക്യാഷ്യർ രണ്ടാമത്തെ പരീക്ഷയാണ് നമ്മൾ എഴുതി മാറിയത്. ഇനി അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഡിസംബർ മാസത്തോടു കൂടിയാണ് നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാത് അധ്യാപകർ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാറുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയാണ്, ഒരു ശരാശരി നിലവാരത്തിൽ നിൽക്കുന്ന കുട്ടിക്ക് ഈ മാത്സിനകത്ത് നിന്ന് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു, നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് ഇത്തരം കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഉപകാരപ്പെട്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത പരീക്ഷ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തു തുടങ്ങിക്കാണും. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കിട്ടുന്ന ദിവസങ്ങൾ പരമാവധി പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. മക്കളെ, നമ്മുടെ പുതിയ സിലബസിലെ എന്താണ് മാറ്റം വന്നത്? 100 മാർക്കിന്റെ ഒരു പരീക്ഷയായിരുന്നു. അവിടെ മാത്സിനകത്ത് നിന്ന് 10 ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക്, അതായത് 10 മാർക്കായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് ചോദിച്ചത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു മത്സര പരീക്ഷ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ 100 എണ്ണവും ബബിൾ ചെയ്ത് കാണും. ചില ആളുകൾക്ക് 65 മാർക്ക് കിട്ടി, ചിലർക്ക് 70 കിട്ടി, 72 കിട്ടിയവരുണ്ട്, 75 കിട്ടിയവരൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ എഴുതിയവരാകട്ടെ അല്ലെങ്കിൽ എഴുതാത്തവരായിക്കോട്ടെ, ആരാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പരീക്ഷ അവിടെ അവസാനിച്ചു കഴിഞ്ഞു. അവിടെ നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് കരുതി നിരാശപ്പെട്ടിരിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നന്നായിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. അല്ലാതെ ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയത് കൊണ്ട് എനിക്കിത് വിധിച്ചിട്ടില്ല എന്ന് കരുതുന്ന ആളുകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് സർവീസിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവര് ഒരു പരീക്ഷയോ 2 പരീക്ഷയോ എഴുതി വിജയത്തിലെത്തിയവരല്ല. ഒരുപാട് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് അവിടുന്ന് കിട്ടും. ആ പരാജയപ്പെടുമ്പോൾ എന്താണ് നമുക്ക് പറ്റിയ തെറ്റെന്ന് മനസ്സിലാക്കി ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളുടെ ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉയരണം. വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നിടം വരെ തീർച്ചയായിട്ടും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. നാളെയുടെ പുലരികൾ സർക്കാർ ഉദ്യോഗത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാകണം എന്നുള്ള വ്യക്തമായ ബോധത്തോടു കൂടി വേണം ഓരോ ദിവസങ്ങളും നിങ്ങൾ തള്ളി നീക്കുവാൻ. അപ്പോൾ മാത്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം തന്നിരിക്കുന്നത്. മാത്സിനകത്ത് 9 ചാപ്റ്ററുകളാണ് പറഞ്ഞിരിക്കുന്നത്. സിലബസിൽ അല്ലാതെ ഒരു ചോദ്യങ്ങൾ പോലും വന്നിട്ടുമില്ല. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 9 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് മാത്സിനകത്ത് നിന്നുള്ളത്. ഒരു ചോദ്യം പോലും സിലബസിന് പുറത്തേക്ക് പോയിട്ടില്ല. മെന്റൽ എബിലിറ്റി പോർഷൻ നോക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ ചേർത്തിട്ട് 5 5 10 ചോദ്യം. മാത്സിനകത്ത് 5 ചോദ്യം ചോദിക്കുമ്പോൾ റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി പോർഷനകത്ത് 5 ചോദ്യം ചോദിക്കും. അങ്ങനെയാണ് 10 ചോദ്യങ്ങൾ വന്നത്. കൃത്യം 5 5 തന്നെയായിരുന്നു. മെന്റൽ എബിലിറ്റി പോർഷൻ നോക്കുവാണെങ്കിൽ 13 ചാപ്റ്ററുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 13 ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വെച്ചിട്ട് 5 ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളും ഈ വരുന്ന മാസങ്ങളിലെ വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ദാ ബോർഡിൽ വന്നിട്ടുണ്ട്.
സോ ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആൻസർ കിട്ടണം എന്ന് നിർബന്ധമില്ല. കാരണം അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യമായിരുന്നു, മാത്രമല്ല ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു, മാത്രമല്ല ഒരുപാട് സമയം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അതായത് 86 37 കൂടെ കൂട്ടിയാൽ 23 ആണെന്ന് പറയുന്നു. 91 78 കൂടെ കൂട്ടിയാൽ 64 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ 52 + 69 വില എത്രടാ പിള്ളേരെ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് തവണ പല രീതികളും പയറ്റി കാണും. ഇപ്പൊ ഞാൻ അതൊന്നും ഇനി പറയുന്നില്ല. ഇതിന്റെ ഔട്ട്പുട്ട് മാത്രം പറഞ്ഞു തരാം. അതായത് എങ്ങനെയാണ് ഇതിന്റെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു തരാം. ഇവിടെ 86 അതായത് ആദ്യത്തെ സംഖ്യയിലെ 2 ഡിജിറ്റ്സ് ഉണ്ടല്ലോ, 2 അക്കങ്ങള് തമ്മിൽ പരസ്പരം കുറച്ചു, വ്യത്യാസം എടുത്തു. 8 ന് 6 കുറച്ച എത്ര? 8 ന് 6 കുറച്ചാൽ 2 അല്ലേ? 2 എഴുതി വെച്ചു. എന്നിട്ട് അടുത്ത സംഖ്യയുടെ ഡിജിറ്റ്സ് തമ്മിൽ ഗുണിച്ചു. 3 7 കൂടെ ഗുണിച്ചാൽ 21 അല്ലേ? ആ 21 അങ്ങോട്ട് എഴുതി വെച്ചു. ഇപ്പോൾ കിട്ടിയ 2 സാധനങ്ങൾ ഉണ്ടല്ലോ, ഇവന്മാരെ 2 പേരെയും കൂടെ പിടിച്ചങ്ങോട്ട് കൂട്ടുക. 2ഉം 21 കൂടെ കൂട്ടിയ എത്ര? 23. സെറ്റായിട്ട് വന്ന കണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം മക്കളെ. 9 ൽ 1 കുറച്ചാൽ 8, 7ഉം 8ഉം കൂടെ ഗുണിച്ചാൽ 56. കൂട്ടടാ. 8ഉം 56ഉം കൂടെ കൂട്ടിയാൽ 64. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പിടി. 5ൽ നിന്ന് 2 കുറച്ചാൽ 3, 6ഉം 9ഉം കൂടെ ഗുണിച്ചാൽ 54. ഇവന്മാരെ 2 പേരെയും കൂടെ കൂട്ട്. 54 3ഉം കൂടെ കൂട്ടിയാൽ 57. ദാ പിടിച്ചോ ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ കിട്ടിയവര് ലക്ക്, കുറെ ആൾക്കാർ കറക്കി കുത്തിയവരുണ്ട്, അങ്ങനെ ശരിയാക്കിയവരും ഉണ്ട്. പോട്ടെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. രണ്ടാമത്തെ ചോദ്യം എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യനാ. പെർസെന്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പലതവണ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യമാണ്. അതായത് 50ന്റെ 30% പ്ലസ് 20ന്റെ 8% എത്ര, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ചോദ്യം എന്തായാലും എല്ലാവരും ചെയ്തു കാണും. സിമ്പിളാണ്, ഒന്നുമില്ല മക്കളെ. 75% എന്ന് പറഞ്ഞാൽ 75/100 അല്ലേ? ഒരു സംഖ്യക്ക് ശതമാന സിമ്പൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? 100 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ 75/100. ഇനി ഓഫ് എന്ന് കണ്ടാൽ ഗുണിക്കുക, ഓഫ് കണ്ടാൽ ഗുണിക്കണം. അടുത്ത സംഖ്യ ഏതാ? 480. അതുപോലെ അങ്ങ് എഴുതി വെച്ചു 480. എന്നിട്ട് ഒരു പ്ലസ് ചിഹ്നം കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ ഒരു പ്ലസ് ചിഹ്നം കൊടുത്തു. 48% എന്ന് പറഞ്ഞാൽ 48/100 അല്ലേ? എഴുതുക. 48% പകരം 48/100 എന്ന് എഴുതി വെച്ചു. ഓഫിന് പകരം ഗുണനചിഹ്നം കൊടുത്തു. 750 അതുപോലെ തന്നെ എഴുതി വെച്ചു. സെറ്റ്. ഇതാണ് ചോദ്യകർത്താവ് നിങ്ങളോട് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കിക്കേ, 100ഉം 75ഉം കൂടെ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് 25 കൊണ്ട് വെട്ടാം. 25ന്റെ ഗുണിതങ്ങളാണ്, രണ്ടുപേരും 25ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് 25 കൊണ്ട് വെട്ടാം. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100, 25ന്റെ 3ാമത്തെ ഗുണിതമാണ് 75. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100, 25ന്റെ 3ാമത്തെ ഗുണിതമാണ് 75. അതേപോലെ 4ന്റെ 12ാമത്തെ ഗുണിതമല്ലേ 48? 4നെ 12 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 48 കിട്ടുന്നത്?
അതായത് 4ന്റെ 12ാമത്തെ ഗുണിതമാണ് 48. 0 മറന്നു പോകരുത്. അങ്ങനെ ആ ഒരു ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. വിട്. അടുത്തത് ഇതേപോലെ തന്നെ ഇതാണ്ടേ, ഇവിടെ നമ്മൾ ചെയ്ത് 175 കൂടെ അല്ലേ വെട്ടിയത്, അവിടെ അതുപോലെ തന്നെ ഈ കിടക്കുന്ന 100ഉം ഈ കിടക്കുന്ന 75ഉം കൂടെ വെട്ട്. 100ഉം 75ഉം കൂടെ ഇപ്പോൾ വെട്ടിയതേ ഉള്ളൂ, 25 കൊണ്ട് വെട്ടാ. മക്കളെ 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. 75നെ 25 കൊണ്ട് ഹരിച്ചാൽ 3. 0 മറന്നു പോകരുത്. 30 ആയി. 4ന്റെ 12ാമത്തെ ഗുണിതമാണ് 48. എടാ 4ന്റെ 12ാമത്തെ ഗുണിതമാണ് 48. ഇത് നോക്കിയോ, 120 3 കൂടെ ഗുണിച്ചാൽ 120നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 36 360 എന്ന് വരും. 360 360 വരും. ഒരു പ്ലസ് ചിഹ്നം കൊടുത്തു. അവിടെ അതുപോലെ 12നെ 30 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 12നെ 3 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ പോരെ. 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 36, ഒരു 0 കൂടെ ചേർത്തെഴുതിയാൽ 360. ഈ കിടക്കുന്ന 360ഉം ആ കിടക്കുന്ന 360ഉം കൂടെ കൂട്ടിയാൽ 720 അല്ലേ. ദാ പിടിച്ചോ നമ്മളുടെ ആൻസർ 720. ഓപ്ഷൻ ബി. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഈ ചോദ്യം, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം പഠിച്ചു പോയ എല്ലാ ആൾക്കാരും ചെയ്ത ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വായിക്കുമ്പോൾ ഒരു ചെറിയ ഒരു സംശയം വരാം, പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. എന്താണെന്നറിയോ? ചോദ്യം ചോദിച്ചത് എ ഗൈ ബോട്ട് 10 പെൻസിൽസ്. ഒരുത്തൻ 10 പേന വാങ്ങിച്ചു, അല്ലെ 10 പെൻസിൽ വാങ്ങിച്ചു, പോട്ടെ എന്തേലും ആട്ടെ, 10 പേന അല്ലെങ്കിൽ 10 പെൻസിൽ വാങ്ങിച്ചു. ഫോർ റുപ്പീസ് 50. 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ആൻഡ് സോൾഡ് ദം ഫോർ റുപ്പീസ് 60. 50ന് വാങ്ങിച്ചു, 60ന് വിറ്റു. സ്വാഭാവികമായിട്ട് ലാഭമല്ലേ? എടാ 50 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 60 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? ലാഭമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലാഭശതമാനം കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചതാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാൻ ചാൻസ്, ഈ 10 പെൻസിൽ എന്ന് കാണുന്നിടത്ത് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം. നിങ്ങൾ അതങ്ങ് മറന്നേക്ക്. 10 പെൻസിലോ 30 പെൻസിലോ 20 പെൻസിലോ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ, ആ വാങ്ങിയ വിലയല്ലേ നമുക്ക് വേണ്ടത്, കോസ്റ്റ് പ്രൈസ്. എടാ വാങ്ങിയ വിലയും വിറ്റ വിലയും മാത്രം പോരെ ലാഭശതമാനം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് വേണ്ടത് വാങ്ങിയ വിലയും വിറ്റ വിലയും മാത്രം മതി. അയാൾ എത്ര എണ്ണം വാങ്ങിച്ചോ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ വാങ്ങിയ വില 50 അല്ലേ? വാങ്ങിയ വില 50, CP 50, കോസ്റ്റ് പ്രൈസ് 50. മക്കളെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 60. എടാ 50 രൂപയ്ക്ക് വാങ്ങിച്ചു, 60ന് വിറ്റു. 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 60 രൂപയ്ക്ക് വിറ്റാൽ സ്വാഭാവികമായിട്ടും 10 രൂപ ലാഭം കിട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം? ലാഭമാണ്, ലാഭമാണ്, ലാഭമാണ്. അപ്പോൾ ലാഭമായതുകൊണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP കോസ്റ്റ് പ്രൈസ്. ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ചെയ്താൽ മതി. 50ന് വാങ്ങിച്ചിട്ട് 60ന് വിറ്റാൽ 10 രൂപയല്ലേ ലാഭം കിട്ടിയത്? അപ്പൊ ലാഭം എത്ര എന്ന് ചോദിച്ചാൽ 10 രൂപയല്ലേ? അപ്പൊ ലാഭം 10. ആ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. വാങ്ങിയ വില 50 അല്ലേ മക്കളെ? വാങ്ങിയ വില 50 അല്ലേടാ? വാങ്ങിയ വില 50 എഴുതി വെച്ചു. 50ന്റെ രണ്ടാമത്തെ ഗുണിതമല്ലേ 100 ആണ്. 50ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 100. 2ഉം 20ഉം കൂടെ ഗുണിച്ചാൽ, 2ഉം 10ഉം കൂടെ ഗുണിച്ചാൽ ഉത്തരം 20% എന്ന് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ 10 പെൻസിൽ എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും ഒരു സംശയം വന്നു കാണും. സിമ്പിൾ ആയിട്ട് ഒരാള് 50 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 60 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ
നമുക്കൊരു ഡൗട്ട് വരുത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ തുടക്കത്തിൽ ഒരു 10 പെൻസിൽ എന്ന് കണ്ടതുകൊണ്ട് ഡൗട്ട് വന്നിട്ടുണ്ടാവും. ഇനി ആ ഡൗട്ട് വരാൻ പാടില്ല. വൃത്തിയായിട്ട് ചെയ്തു വെച്ചോണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ അതും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? വളരെ സിമ്പിൾ ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ദ റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് ഈസ് 3:8. അതായത് രണ്ട് സംഖ്യകളുടെ റേഷ്യോ 3:8 ആണെന്ന് ചോദ്യകർത്താവ് പറയുന്നു. ആണ്, 3:8 ആണ്. ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 115. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:8. മാത്രമല്ല ഇവന്മാര് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 115 ആണെങ്കിൽ ചെറിയ സംഖ്യ ഏത്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ചെറിയ സംഖ്യ ഏതാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:8 ആണെങ്കിൽ നമ്മൾ പറയും ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 3 റേഷ്യോ അല്ലേ? 3:8 എന്ന് പറഞ്ഞാൽ ആദ്യ സംഖ്യ 3 റേഷ്യോ, രണ്ടാമത്തത് 8 റേഷ്യോ എന്നല്ലേ അർത്ഥം? അപ്പൊ അങ്ങനെയാണെങ്കിലേ ആദ്യ സംഖ്യ എന്ന് പറഞ്ഞാല് 3 റേഷ്യോ ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാല് 8 റേഷ്യോ ആണെന്ന് മനസ്സിലായി. ചോദ്യകർത്താവ് പറയുന്നു ഇവന്മാരുടെ ഡിഫറൻസ്. അപ്പൊ നിങ്ങളൊന്ന് കുറച്ച് നോക്കിക്കേ. ഇവന്മാരുടെ ഡിഫറൻസ് ഒന്ന് എടുത്തേ. 8 റേഷ്യോയിൽ നിന്നും 3 റേഷ്യോ കുറച്ചാൽ എത്ര? 8 റേഷ്യോയിൽ നിന്ന് 3 റേഷ്യോ കുറച്ചാൽ 5 റേഷ്യോ അല്ലേ? അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 5 റേഷ്യോ ആണെന്ന് മനസ്സിലായി. ആ വ്യത്യാസമാണ് 115. അപ്പോൾ വ്യത്യാസം 115 എന്ന് പറഞ്ഞാൽ വ്യത്യാസം നമ്മൾ നോക്കിയപ്പോൾ 5 റേഷ്യോയാണ്. ആ 5 റേഷ്യോയുടെ വിലയാണ് 115. മക്കളെ 5 റേഷ്യോയുടെ വില 115 ആണെങ്കിൽ ഒരു റേഷ്യോയുടെ വില എന്ന് പറഞ്ഞാൽ 115നെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ? 115നെ 5 കൊണ്ട് ഹരിച്ചാൽ 23 അല്ലേ? 5 പേനയുടെ വില 115 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ ആ 115നെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ? അപ്പൊ നിങ്ങൾക്ക് 23 എന്ന് കിട്ടും. ഒരു റേഷ്യോ 23 ആണെങ്കിൽ ചോദ്യകർത്താവ് ചോദിച്ചത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നല്ലേ ചോദിച്ചത്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 റേഷ്യോ അല്ലേ? അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 3 റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു റേഷ്യോ 23 ആണെങ്കിൽ ഒരു റേഷ്യോ 23 ആണെങ്കിൽ 3 റേഷ്യോ കണ്ടുപിടിക്കാൻ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ? അപ്പൊ 23നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 23നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 69 എന്ന് വരും. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അത്രയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാ, ഇതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണിത്. എന്താണ്? ഒന്നുമില്ല, സ്പീഡ് കണ്ടുപിടിക്കാൻ. ഞാൻ അവസാനമൊക്കെ ലൈവിൽ എത്തിയപ്പോൾ ഒരുപാട് പേർക്ക് അതിന്റെ ട്രിക്കൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു ത്രികോണമൊക്കെ വരച്ചിട്ട് രണ്ടായിട്ടും ആദ്യം മുറിച്ച് പിന്നെ താഴത്തെ ഭാഗത്തിനെ വീണ്ടും മുറിച്ചിട്ട് DST എന്ന് എഴുതണം. എസ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് മറച്ചു പിടിക്കുക, ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഡി മറച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ചോദ്യകർത്താവ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 600 600 600 600 സമയം 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 5 മിനിറ്റ്. ഒരെണ്ണം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ സ്പീഡ് പറയുന്നത് സാധാരണ ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണ് പറയുന്നത്. സാധാരണ അങ്ങനല്ലേ പറയുന്നത്? സ്പീഡ് പറയുന്നത് അങ്ങനല്ലേടാ. സ്പീഡ് നമ്മൾ പല രീതിയിൽ പറയാറുണ്ടെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ 2 രീതിയിലാണ് സ്പീഡ് പറയുന്നത്. ഒന്ന് കിലോമീറ്റർ പെർ അവറും രണ്ടാമത്തത് മീറ്റർ പെർ സെക്കൻഡുമാണ് അല്ലേ? മാത്രമല്ല ഇതിന്റെ കൺവേർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും.
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക, തിരിച്ചാണെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതായത് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, സാറേ ഇത് എങ്ങനെയാ ഓർത്തിരിക്കേണ്ടത്? പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ, വലുതാക്കണമെങ്കിൽ വലിയ സംഖ്യ മേളി വരണം. മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതല്ലേ? അപ്പം വലുതാക്കണമെങ്കിൽ വലിയ സംഖ്യയായ 18 മേളി വരണം. അതായത് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. മറന്നു പോരുത്, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പോട്ടെ, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഡിസ്റ്റൻസ് മീറ്ററില്ല. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് സമയം നമ്മൾ എന്തിലാക്കണം? സെക്കൻഡിലാക്കണ്ടേ? എടാ, മീറ്ററിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അല്ലേ? കിലോമീറ്ററിന്റെ കൂട്ടുകാരൻ അവർ ആണെങ്കിൽ മീറ്ററിന്റെ കൂട്ടുകാരൻ സെക്കൻഡ് അല്ലേ? അങ്ങനാണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. അറിയാത്തവർ എഴുതി വെക്ക്. മിനിറ്റിന് സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക, സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. മറന്നു പോരുത്. ഒന്നുകൂടെ, എടാ മക്കളെ, മിനിറ്റിന് സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക, തിരിച്ച് സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞാല് 5 × 60. 5 × 60 എന്ന് പറഞ്ഞാൽ 300 അല്ലേ? അപ്പോൾ 300 സെക്കൻഡ് എന്ന് വരും. 5 മിനിറ്റ് എന്ന് പറഞ്ഞാല് 300 സെക്കൻഡ് ആണ്. ഇത്രയും നിങ്ങൾ ചെയ്താൽ, ചെയ്യാനൊന്നും ഇല്ല, 600നെ 300 കൊണ്ട് ഹരിച്ച എത്ര? 2 അല്ലേ? അപ്പൊ ഉത്തരം 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ചോദ്യകർത്താവ് ചോദിച്ചത്, എടാ കുഞ്ഞുങ്ങളെ, കിലോമീറ്റർ പെർ അവറിലാക്കാനാണ് പറഞ്ഞത്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നോക്ക്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ 18/5 കൊണ്ട് ഗുണിച്ചാൽ നമ്മളുടെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. മക്കളെ, 300ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 600. 18ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 36 വരും. 36നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 36നെ 5 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ എന്തായാലും 7 5 35, 7 പോയിന്റ് സംതിങ് അല്ലേ ഉത്തരം? ആണോ? എടാ, മനസ്സിൽ ചെയ്. 36നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 7 5 35, 7 പോയിന്റ് സംതിങ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 7 പോയിന്റിൽ തുടങ്ങുന്ന ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആയിരുന്നു. അതുകൊണ്ട് ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുവാണ്. സ്വാഭാവികമായിട്ടും ഈ ചോദ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു ലൈബ്രറിയിൽ എല്ലാവരും പുസ്തകം എടുക്കാനും വായിക്കാനും ഒക്കെ പോലെ പോവും. അവിടെ ഒരു മാസത്തിലെ അവിടെ വരുന്ന ആൾക്കാരുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ശരാശരി കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ എന്തുവാ? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. തുക എന്ന് പറഞ്ഞാല് ആ ലൈബ്രറിയിലെ ഒരു മാസം വരുന്ന ആൾക്കാരുടെ ആകെ എണ്ണം കണ്ടുപിടിക്കണം. അതിന് എത്ര ദിവസമുണ്ട്? 30 ദിവസമല്ലേ ഉള്ളത്? കാരണം 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് അത്രയും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഈ ചോദ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. പക്ഷേ ഈ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകുമെന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ എല്ലാവരും ചെയ്തൊരു ചോദ്യമായിട്ട് കണക്കാക്കുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ മൊത്തത്തില് കണ്ടുപിടിക്കേണ്ട ശരാശരിയാണ് വേണ്ടത്. ചോദ്യകർത്താവ് പറയുന്നു, ഞായറാഴ്ചകളിലെ
സൺഡേസിലെ ഞായറാഴ്ചകളിലെ അവിടെ 510 പേര് വരാറുണ്ടെന്ന് പറയുന്നു കേട്ടോ. എന്നാ ഞായറാഴ്ചകളില് 510 പേര് വരാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം 240 പേര് ഒരു ദിവസം വരും. മനസ്സിലായോ? ഞായറാഴ്ചകളില് എല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും, ആ മാസത്തിലുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ഞായറാഴ്ച അവിടെ 510 പേര് അവിടെ ചെല്ലും. ബാക്കിയുള്ള ഓരോ ദിവസം 240 പേര് വെച്ചാണ് പോകുന്നത്. അപ്പോ ഇവിടെ എത്ര ഞായറാഴ്ച ഉണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? എങ്കിലല്ലേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മാസത്തില് എത്ര ഞായറാഴ്ചകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എടാ ഇവിടെ പറയുന്നു, ചോദ്യകർത്താവ് പറയുന്നു, സ്റ്റാർട്ടിംഗ് ഡേ 30 days ബിഗിനിങ് വിത്ത് എ സൺഡേ. ഈ മാസത്തിന്റെ തുടക്ക ദിവസം സൺഡേ ആണ്. 1-ാം തീയതി സൺഡേ ആണ്. എടാ കുഞ്ഞുങ്ങളെ, 1-ാം തീയതി സൺഡേ ആണെങ്കിൽ 1-7 8 സൺഡേ അല്ലേ? 8-7 15 സൺഡേ അല്ലേ? 15-7 22 സൺഡേ അല്ലേ? 22-7 29 സൺഡേ അല്ലേ? അങ്ങനാണെങ്കിൽ എത്ര സൺഡേ ഉണ്ട്? 5 സൺഡേ ഉണ്ട്. എത്ര സൺഡേ ഉണ്ട്? 5 സൺഡേ ആണ് അവിടെ ഉള്ളത്. 1, 8, 15, 22, 29, മൊത്തത്തിൽ 7 വീതം കൂട്ടിയെടുക്കുന്നതല്ല സെയിം ഡേ ആയിരിക്കും. അത് കലണ്ടറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 5 സൺഡേസ് ആണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലായി. ഒരു ദിവസം വരുന്നത് 510. അങ്ങനാണെങ്കിൽ 5 സൺഡേയിലും കൂടെ ഒരു സൺഡേയിലെ 510. അപ്പൊ 5 സൺഡേ ആകുമ്പോൾ 510നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. മൊത്തം വരുന്ന ആൾക്കാരുടെ എണ്ണം കിട്ടും. അതായത് സൺഡേയില് 5 സൺഡേയിലുമായിട്ട് മൊത്തത്തിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 510നെ 5 കൊണ്ട് ഗുണിക്കുക. സ്വാഭാവികമായിട്ടും 51നെ 5 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സോ 1 5 5 5 25, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 2550 പേരാണ് ഞായറാഴ്ചകളിൽ മാത്രം അവിടെ വരുന്നത്. അപ്പൊ എത്ര ഞായറാഴ്ച ഉണ്ട്? 5 ഞായറാഴ്ച ഉണ്ട്. എടാ ഒരു മാസത്തിൽ മൊത്തം 30 ദിവസം ഉള്ളത്. അതിൽ 5 എണ്ണം ഞായറാഴ്ചയാണെങ്കിൽ ബാക്കി 25 എണ്ണം ബാക്കിയുള്ള ദിവസങ്ങളല്ലേ? അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം 25 ആണ് അല്ലേ? ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം 25. ഒരു ദിവസം വരുന്ന ആൾക്കാർ 240. ഒരു ദിവസം വരുന്ന ആൾക്കാരുടെ എണ്ണം എത്ര? 240 ആണ്. അങ്ങനെ 25 ദിവസം ആകുമ്പോൾ 25 × 240 എത്ര വരും? നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. ഇത് ബാക്കിയുള്ള ദിവസത്തെ കണക്കാണ് കേട്ടോ. ബാക്കിയുള്ള ദിവസം 25നെ 24 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി. സൈഡിലോട്ട് മാറ്റി ചെയ്താൽ മതി. 25നെ 24 കൊണ്ട് ഗുണിച്ചാല് I 4 20 ശിഷ്ടം 2, 10 8 18 2 20 ശിഷ്ടം 2, 2 2 4 2 6 600 എന്ന് വരും. 600 600 എന്ന് വരും. അതിന്റെ കൂടെ ഒരു 0 കൂടെ ചേർത്താല് 6000 എന്ന് വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ആ ലൈബ്രറിയിലെ 30 ദിവസം കൊണ്ട് വരുന്ന ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രടാ? ആകെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാല് 5ഉം 0ഉം കൂടെ കൂട്ടി 5, 5ഉം 0ഉം കൂടെ കൂട്ടി 5, 2 6 8, അതായത് 8550 പേരാണ് ആ ലൈബ്രറിയില് ഒരു മാസത്തിൽ മൊത്തത്തിൽ വരുന്നത്. സോ ഇനി നമുക്ക് എളുപ്പമോ ശരാശരി കണ്ടുപിടിക്കാൻ? ശരാശരി കണ്ടുപിടിക്കാൻ ഒരു മാസം വരുന്ന ആകെ ആളുകളുടെ എണ്ണം എത്ര? തുക 8550. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം 30 ദിവസമാണ്. 8550 പേര് ആകെ വരുന്നു. ആകെ ദിവസങ്ങളുടെ എണ്ണം 30. ഇതാണ്ടേ ഈ കിടക്കുന്ന 0ഉം ഈ കിടക്കുന്ന 0ഉം കൂടെ കട്ടായി. 855നെ 3 കൊണ്ട് സൈഡിലോട്ട് മാറ്റി ഹരിക്കുക. 855നെ 3 കൊണ്ട് ഹരിച്ചാൽ സ്വാഭാവികമായിട്ടും 2 3 6 ശിഷ്ടം 2 വരും. 5 താത്തിറക്കി 8 3
24. എന്തായാലും ഉത്തരത്തിന്റെ തുടക്കം 28ആണ്. 28ൽ തുടങ്ങുന്ന 2 എണ്ണം ഉണ്ട്. പോട്ടെ, നമുക്ക് പോവാം, വീണ്ടും പോവാം. 25 24 കുറച്ച 1 വരും. പിന്നെ 5 കൂടെ താത്തിറക്കി 5 3 15 വരും. 285. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഒരു ചോദ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഒരു അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവരെല്ലാം ഈ ചോദ്യം ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വസ്തുത. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മാസത്തിൽ വരുന്ന ആകെ ആളുകളുടെ എണ്ണത്തിനെ എത്ര ദിവസമുണ്ട്, 30 ദിവസമുണ്ട്, 30 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? ശരാശരി അല്ലെങ്കിൽ ആവറേജ്, ആ ഒരു ഫുൾ മന്തിന്റെ ആവറേജ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 7ാമത്തെ ചോദ്യം എല്ലാവർക്കും കിട്ടും, മുഴുവൻ പേർക്കും കിട്ടും. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒന്നുമില്ല, നമ്പർ സീരീസ് ആണ്. നമ്പർ സീരീസ് അല്ല, ഒരു റോങ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ആ പോട്ടെ, നമ്പർ സീരീസ് പോലെ ചിന്തിക്കാം. നോക്കിക്കോണേ, 6 12 മാറി. 6 12 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 6 12 ആകണമെങ്കിൽ 6 കൂട്ടിയാൽ പോരെ? എടാ, 6ന്റെ കൂടെ 6 കൂട്ടുമ്പോഴല്ലേ 12 കിട്ടുന്നത്? ആണ്. 12 20 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 8 കൂട്ടണം അല്ലേ? 12ന്റെ കൂടെ 8 കൂട്ടുമ്പോഴാണ് 20 കിട്ടുന്നത്. 20 30 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 20ന്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് 30 കിട്ടുന്നത് അല്ലേ? അപ്പോ 6 കൂട്ടി 8 കൂട്ടി 10 കൂട്ടി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അടുത്തത് സ്വാഭാവികമായിട്ടും 12 ആണ് കൂട്ടേണ്ടത്. ഓക്കെ, 30 42 ആകണമെങ്കിൽ ഉറപ്പിച്ചു 12 ആണ് കൂട്ടേണ്ടത്. അവിടം വരെ ശരിയായി. അപ്പൊ 6 കൂട്ടി 8 കൂട്ടി 10 കൂട്ടി 12 കൂട്ടി, അടുത്തത് സ്വാഭാവികമായിട്ടും 14 അല്ലേ കൂട്ടേണ്ടത്? 42ന്റെ കൂടെ 14 കൂട്ടി എത്ര? 42ന്റെ കൂടെ 14 കൂട്ടുവാണെങ്കിൽ 56 അല്ലേ? പക്ഷെ 56 അല്ല അവിടെ വന്നത്, 54 വന്നത്. അപ്പൊ അതാണ് റോങ് നമ്പർ. 54 അല്ല അവിടെ വരേണ്ടത്, 56 ആണ് വരേണ്ടത്. സോ ചോദിച്ചത് റോങ് നമ്പർ ഏതാണ്? ഉത്തരം 54. 54 ആണ് അവിടുത്തെ റോങ് നമ്പർ. 54 അല്ല അവിടെ വരേണ്ടത്, 56 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതും എല്ലാവർക്കും കിട്ടിക്കാണും. കാരണം ഇതൊരു കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്തു. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കോഡിംഗ് എന്ന് പറഞ്ഞാൽ ടേപ്പ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ടേപ്പ്. അതെ, ടേപ്പ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ നമുക്ക് ഈ പാറ്റ് എന്ന് പറയാം. ഈ പാറ്റ്, ഇത് നിങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, എടാ ടേപ്പ് ഈ പാറ്റ്, ഇതിലെ എല്ലാ അക്ഷരങ്ങളും അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കുവാണെങ്കിൽ ടേപ്പ് ദാണ്ടേ അവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോ ടേപ്പ് അല്ലേ? TAPE. അപ്പൊ ഈ സാധനത്തിനെ റിവേഴ്സ് ഓർഡറിലെ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തും കൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ ലവോ, ലവിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഇവോൾ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഈ വോൾ കണ്ടോ, ശരിയാണെന്ന് നോക്കിക്കേ. ലവ് അങ്ങോട്ട് എഴുതുമ്പോൾ ലവ്, നിങ്ങൾ ഇങ്ങോട്ടാണെങ്കിലോ EVOL കണ്ടോ, EVOL. അങ്ങനെയാണെങ്കിലേ ചോദ്യകർത്താവ് പറയുന്നത് NITIN എന്ന് പറയുന്ന ഈ വാക്കിനെ കോഡ് ചെയ്താൽ എങ്ങനെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടങ്ങ് എഴുതി വെച്ചാൽ പോരെ? അപ്പൊ ഇത് ആദ്യം എഴുതണം, N എന്ന് അങ്ങോട്ട് എഴുതുക, പിന്നെ I എഴുതണം, പിന്നെ T എഴുതണം, പിന്നെ I എഴുതണം, അവസാനം N എഴുതണം. ഇതായിരുന്നു ഇതിന്റെ ഉത്തരം. NITIN. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ കോഡിങ്, എല്ലാവർക്കും ആൻസർ കിട്ടുന്ന അടിപൊളി ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എല്ലാവർക്കും അറിയാമല്ലോ ബോർഡ് മാസ്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാല്
മാത്സിനകത്ത് രണ്ടോ രണ്ടിലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വരുവാണെങ്കിൽ ചെയ്യേണ്ട രീതിയാണ് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം, രണ്ടാമത് ഓഫ് ചെയ്യണം, മൂന്നാമത് ഡിവിഷൻ ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ചെയ്യണം, അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. ഇതാണ് റൂള്. ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് ക്രിയ തന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ സ്റ്റാറുകൾക്കിടയിലേക്ക് ഈ ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുക്കണം. അതാണ് നമ്മളോട് പറയുന്നത്. അതായത് 15 ഉണ്ട്, പിന്നെ 24, ഇതിനിടയിലാണ് നമ്മൾ ഓരോ ഓരോ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം 3 ഉണ്ട് മക്കളെ, അതിനുശേഷം 6 ഉണ്ടാ, അതിനുശേഷം 17 ആണുള്ളത്. നമുക്കറിയില്ല, ഓപ്ഷൻ എ ആകാം, ബി ആകാം, സി ആകാം, ഡി ആകാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ചോദ്യകർത്താവിന് ഇഷ്ടം തോന്നുവാണ്, ആ പാവം പിടിച്ച പിള്ളേരല്ലേ, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ തന്നെ അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ പെട്ടു. ബി ചെയ്യണം, സി ചെയ്യണം, ഡിയും ചെയ്യേണ്ടി വരും. അല്ലാതെ എളുപ്പവഴി ഇല്ല. അപ്പൊ ഞാൻ എ ആണോ നോക്കട്ടെ. ആദ്യം ഞാൻ പ്ലസ് ഇട്ടു, അതിനുശേഷമുള്ള ചിഹ്നം ഹരണമാണ്, ഹരണം ഇട്ടു കൊടുത്തു, പിന്നെ ഗുണനം ഇട്ടു കൊടുത്തു, ഈക്വൽ ടു ഇട്ടു കൊടുത്തു. മക്കളെ 15 + 24 ഡിവൈഡഡ് ബൈ 3 × 6 ചെയ്യുമ്പോൾ 17 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ ആൻസർ 17 ആണെങ്കിൽ സെറ്റ്, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യണം. എന്നാണ്ട് ഈ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 15 പ്ലസ് 24 3 കൊണ്ട് ഹരിച്ച 8 × 6 അതുപോലെ തന്നെ എഴുതി വെച്ചു. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞു. ഡിവിഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. 8 6 കൂടെ ഗുണിച്ചാൽ 48 ആണേ. ഇനി എല്ലാം കഴിഞ്ഞു. ഇനി ഇത് 48 15 കൂടെ കൂട്ടിയാൽ മതി. 8 5 13 ശിഷ്ട 1, 4 1 5 5 1 4 1 5 1 6 63 ആണ്. നമുക്ക് കിട്ടേണ്ടത് 17 ആയിരുന്നു. കിട്ടിയ ഉത്തരം 63 ആയതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് മനസ്സിലായി. അപ്പൊ എ അല്ല സ്ഥിതിക്ക് നമ്മൾ ബിയിലേക്ക് പോകണം, സിയിലേക്ക് പോകണം, ഡിയിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ പരീക്ഷകളില് എ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പതുക്കെ ഡിയിലേക്ക് പോകണം. ചോദ്യകർത്താവ് ചിലപ്പോൾ ഡിയിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നതെങ്കിലോ നമ്മളെ ഒന്ന് വട്ടം കറക്കാന് അങ്ങനൊരു മാനസികാവസ്ഥ നമുക്ക് വരാമല്ലോ. അങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി ചെയ്യണം കേട്ടോ. എ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഡിയിലേക്ക് പോകണം, ഡി കിട്ടുന്നില്ലെങ്കിൽ സിയിലേക്ക് പോകണം, സി കഴിഞ്ഞിട്ട് പിന്നെ ബിയിലേക്ക് പോയാലും മതി കേട്ടോ. അതൊരു ട്രെൻഡാണേ. അപ്പൊ നമുക്ക് ആദ്യം അടുത്ത സ്റ്റെപ്പില് ഡിയിലേക്ക് പോകാം. 15 എഴുതി വെച്ചു, 24 എഴുതി വെച്ചു, 3 എഴുതി വെച്ചു, 6 എഴുതി വെച്ചു, അതിനുശേഷം 17 എഴുതി വെച്ചു. പ്ലസ് ഇട്ട് കൊടുത്തു, അതിനുശേഷം ഡിവിഷൻ സിമ്പൽ ഇട്ട് കൊടുത്തു, അതിനുശേഷം മൈനസ് സിമ്പൽ ഇട്ട് കൊടുത്തു, അതിനുശേഷം ഈക്വൽ ടു സിമ്പൽ ഇട്ട് കൊടുത്തു. ഇനി ഇത്രയും ചെയ്താൽ മതി. ഈ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ചെയ്യുമ്പോൾ 17 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഉത്തരം. നോക്കാം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഡിവിഷൻ ചെയ്യണം ആദ്യം. ഡിവിഷൻ 24 3 കൊണ്ട് ഹരിച്ചാല് 8 വരും. -6 അതുപോലെ തന്നെ എഴുതി. ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ അടുത്ത എന്തുവാ? അഡീഷൻ. കൂട്ട്. 15 8 കൂടെ കൂട്ടിയ എത്ര? 23. -6 അതുപോലെ തന്നെ എഴുതി. 23 6 കുറച്ച 17 അല്ലേ? ആണ്. കിട്ടേണ്ടത് 17 ആണ്. കിട്ടി, 17 കിട്ടി. അതുകൊണ്ട്
ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമല്ലായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിക്കാണും. സമയം എടുത്തിട്ടാണെങ്കിലും എ ചെയ്ത് ബി ചെയ്ത് സി ചെയ്തിട്ട് അവസാനം ഡി ചെയ്തിട്ടാണെങ്കിലും എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇതാണ് ബോട്ട്മാസിനകത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ അടുത്തടുത്ത പരീക്ഷകൾക്ക് പോകുന്ന സമയത്ത് ഇത്തരം ചാപ്റ്ററുകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ക്ലാസ്. അടുത്തത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലേ. സോ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഏറ്റവും അവസാനം കുറച്ചേറെ താഴോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 or 3 ഭാഗങ്ങളിലായിട്ട് 30 മിനിറ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും പഠിക്കേണ്ട, ഡയറക്ഷൻ കിട്ടും. ആദ്യം 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് എഴുതി വെക്കണം, വരച്ചങ്ങോട്ട് ക്ലിയർ ആക്കുക. 4 ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 4 ഡയറക്ഷൻ, അതായത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് നമ്മൾ വരച്ചു വെച്ചു. റൈറ്റ് എന്ന് കേട്ട ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് കേട്ട ആന്റി ക്ലോക്ക് വൈസ് അല്ലെ, ഞാൻ പറഞ്ഞു തന്നെയല്ലേ. റൈറ്റ് എന്ന് കേട്ടാൽ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ദിശയിലേക്കാണോ ഇപ്പോൾ നോക്കുന്നത് അതിന്റെ ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ ആകാശ് ലെഫ്റ്റ് ഹോം, ഇതാണ് ആകാശിന്റെ വീട് എന്ന് കരുതുക. 10 കിലോമീറ്റർ സൗത്ത് നോക്കുതാണ്ടേ, 10 കിലോമീറ്റർ സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരട്ടെ. 10 കിലോമീറ്റർ സൗത്ത്, 10 കിലോമീറ്റർ സൗത്ത്. അതിനുശേഷം റൈറ്റ് തിരിഞ്ഞു. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. സൗത്തിന്റെ ക്ലോക്ക് വൈസ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് 5 മക്കളെ, പടിഞ്ഞാറോട്ട് 5, വെസ്റ്റിലേക്ക് 5, പടിഞ്ഞാറോട്ട് 5, വെസ്റ്റിലേക്ക് 5. ഇപ്പോൾ നോക്കുന്നത് വെസ്റ്റിലാണ്. വീണ്ടും റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. വെസ്റ്റിന്റെ ക്ലോക്ക് വൈസ് നോർത്ത്. നോർത്തിലേക്ക് 10, വടക്കോട്ട് 10, വടക്കോട്ട് 10. ഇതാണ്ടേ, വടക്കോട്ടെന്ന് പറഞ്ഞാൽ മേപ്പോട്ട് 10, വടക്കോട്ട് 10. ഇപ്പോൾ വടക്കോട്ടാണ് നോക്കുന്നത്. ആഫ്റ്റർ ദിസ് ടേൺഡ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നോർത്തിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. വെസ്റ്റിലേക്ക് 10, പടിഞ്ഞാറോട്ട് 10, പടിഞ്ഞാറോട്ട് 10. ചോദ്യകർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് എത്ര എന്നല്ലേ ചോദിച്ചത് അല്ലേ? അപ്പൊ ഇത് തമ്മിലുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ് അങ്ങോട്ട് നോക്കിക്കേ. എന്താണ്ട് എടാ, ഇത് 5 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതും 5 ആയിരിക്കും അല്ലേ? അപ്പൊ മൊത്തം ദൂരം എന്ന് പറഞ്ഞാല് 10 5 15 കിലോമീറ്റർ ആണെന്ന് പറയാം. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സിംപിളി ആൻസർ 15 കിലോമീറ്റർ ആണ് അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ, ഇങ്ങനെ ഒരു 10 ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. വളരെ എളുപ്പത്തിൽ ചോദിച്ചു മാറി ഈ ചോദ്യങ്ങള് ഒരു ശരാശരി നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥി എത്ര മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ 2 ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 8 ചോദ്യങ്ങളുടെ ഉത്തരം ഒരുവിധം ശരാശരി നിലവാരത്തിൽ പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായിട്ടും മാത്സിനകത്ത് നിന്ന് 8 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകും. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു കോമൺ രീതിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മാത്സിന്റെ കാര്യത്തിലെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ ചോദ്യപേപ്പർ അങ്ങനെ കടന്നു പോയിരിക്കുന്നു. ഇവിടെ എന്തായാലും പരീക്ഷ എഴുതിയ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും
8 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഇത്തരം വസ്തുതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. 2025 തുടങ്ങി 2026 ഈ ഒരു യാത്രയിലെ ഉറപ്പായിട്ടും ഈ വന്നുപോയ നോട്ടിഫിക്കേഷനോട് കൂടി നമുക്കൊരു ജോലി നേടിയെടുക്കണം എന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ. അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് 250-ലധികം ഒഴിവുകളുമായിട്ടാണ് പുതിയ CSEB നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആ തസ്തിക അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കുക. 2026 എന്ന് പറയുന്ന വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതായിരുന്നു നമ്മുടെ ഇത്തവണ ഓഗസ്റ്റ് മാസം നടന്നുപോയ പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ മാത്സിനകത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ. അപ്പൊ അടുത്ത CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കുന്നില്ല, ഒരു ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ ചാപ്റ്ററിൻ്റെയും ഏറ്റവും പകുതിക്ക് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആ സിലബസ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക. തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് 80+ എന്നുള്ള വലിയൊരു ദൗത്യം മുമ്പിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. സോ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.